ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ചത്തെ വിശേഷമാണ്. അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു എന്ന് വിചാരിക്കണം. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ ഞാനും ഡാഡിയും പാതിര കുർബാനയ്ക്ക് പോയിട്ടില്ല. ഞങ്ങൾ രാവിലത്തെ കുർബാനയ്ക്ക്, ഒന്നാമത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ഡാഡി എണീറ്റ വഴിക്ക് നമ്മുടെ ചായ കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡി രാവിലെ എണീറ്റ വഴിക്ക് കട്ടന വയ്ക്കുക കേട്ടോ. അപ്പോൾ കട്ടനൊക്കെ ഡാഡിയുടെ ഓൾറെഡി കട്ടൻ കുടിച്ചിട്ട് പേപ്പർ വായനയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ വേഗം കിച്ചണിൽ കയറി ബാക്കി പരിപാടികൾ നിങ്ങൾക്കറിയാലോ. രാവിലെ ഞാൻ എണീറ്റ വഴിക്ക് നടയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് നടയിലേക്കുള്ള അടുക്കളയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം എനിക്കെന്തോ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞാനും ഡാഡിയും മാത്രമായിരുന്നു ഇന്നലെ. അപ്പോൾ രാത്രി തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കുറച്ച് കുട്ടികൾ എനിക്ക് കമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള കമൻസ് തന്നെയായിരുന്നു. പക്ഷേ ഞാനത് റിമൂവ് ചെയ്തു. പക്ഷേ ഞാനത് വായിച്ച് ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഒരു കമൻറ്റ് അതിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അനാവശ്യം പറയുന്ന 2-3 കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു അവസരം കൊടുക്കണ്ട. എന്താ പറയുക, ഒരു ഇത് ഇടുമ്പോൾ ഫസ്റ്റ് എല്ലാവരും വായിക്കുക കമൻസാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇതുപോലെ വെറുതെ അനാവശ്യമായ ഒരു കുട്ടി നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞ കാര്യം, അതങ്ങനെ തന്നെയാണ്, അതങ്ങനെയാണ്, അവരല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ കമൻസ് ഇടും. അപ്പോൾ നിങ്ങൾ കമൻസ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. മറ്റുള്ള കുട്ടികൾക്ക് അതൊരു എന്താ പറയുക, അടിയിൽ വന്നിട്ട് അനാവശ്യം പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ അത് എടുത്തിട്ടാണ് റിമൂവ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി വന്നിട്ട് ഞാൻ എന്താ പറയുക, ചേച്ചിയോടും അപ്പച്ചനോടും അമ്മച്ചിയോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ദിവസം, കാരണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈസ്റ്റർ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ കുറേ നല്ല നല്ല ഓർമ്മകളാണ്. ആ ഓർമ്മകളോട് കൂടിയിട്ടാണ് ഇപ്പോഴും ഞാനും അതെ ചേച്ചിയും അതെ, എപ്പോഴും ആ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ, അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ ചെറുപ്പത്തിലെ കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അലക്കാനോ എടുക്കാനോ ഒന്നും പാടില്ലാത്തൊരു ദിവസമാണ്. പക്ഷേ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികൾ വരുന്നതിന് മുമ്പ് ആ പണികളൊക്കെ കഴിച്ച് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണി അലക്കാട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ വാങ്ങി മാരിനേറ്റ് ചെയ്ത പെപ്പർ ചിക്കൻ്റെ പീസാണ് ഇത്. നമ്മുടെ അയില ബാക്കി ഞാനാകെ 2 പീസ് എടുത്ത് വറുക്കാൻ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ സോസേജ് വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് വെച്ചു. പിന്നെ മോമോസ് വാങ്ങിയതിൽ നിന്ന് ഓരോന്ന് എടുത്തു. അങ്ങനെ എന്താ പറയുക, എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ബീഫ് കുറച്ച് വേവിച്ചിട്ട് ഞാൻ മറ്റേ തേങ്ങ കൊത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പോർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് ഇപ്രാവശ്യത്തെ ഫ്ലോപ്പായിട്ടോ, എന്തോ തിക്കും തിരക്കിലുണ്ടാക്കിയപ്പോഴാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തോ അത് നന്നായില്ല. സാധാരണ എനിക്ക് കട്ട്ലേറ്റ് ഒരിക്കലും കേടാവാറില്ല, ഷേപ്പ്ലെസ് ആവാറില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ അതെന്തോ അങ്ങനെയായി. അപ്പോൾ ഞാൻ അതേ ഇതിൽ തന്നെ 4 ഫ്രഞ്ച് ഫ്രൈസും കൂടി വറുത്തു. അപ്പോൾ എല്ലാതും കുറേശ്ശെ ആയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ആ നോയമ്പ് വീടാനുള്ള വയറ് നിറഞ്ഞിട്ട്. അപ്പോൾ 7:30 8 ആകുമ്പോഴേക്കും ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിൽ നിന്നും നുള്ളി പറക്കി വന്നപ്പോൾ അതിന് ബ്രെഡോ അല്ലെങ്കിൽ അപ്പോ അങ്ങനെ വേറെ ഒന്നും വേണ്ടി വന്നില്ല. പിന്നെ രാവിലെ തൊട്ട് ചേച്ചി വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പണികളും കൂടി കഴിയാണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ലേറ്റായി കേട്ടോ. അപ്പോൾ അതുവരെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാതും കുറേശ്ശെ ചെയ്തത്. ബാക്കി അങ്ങനെ തന്നെ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇപ്പോൾ രാത്രി വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ രാത്രിയും ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടി വന്നില്ല. അങ്ങനെ അത് ഭക്ഷണം കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഷിംഗ് മെഷീനിലത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അത് കൊണ്ടുപോയി തോരയിടാൻ നിന്നു. ആ സമയത്ത് ഡാഡി നനയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് നീങ്ങിട്ടോ. അങ്ങനെ നമ്മളുടെ വാഷിംഗ് മെഷീനിലെ തുണികൾ തോരയിട്ട് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ഉയർപ്പിൻ്റെ രൂപം ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഉയർപ്പിൻ്റെ രൂപം കാണിക്കണേന്ന്. കഴിഞ്ഞ കൊല്ലം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, അവിടെ നടത്തറ പള്ളിയിലെ ഉയർപ്പിൻ്റെ രൂപം കൊടുത്തിട്ടുള്ളത് നമ്മളാണ് കേട്ടോ. ഉയർത്തെഴുന്നേൽക്കുന്ന ആ രൂപം കൊടുത്തിട്ടുള്ളത് നമ്മളാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഞാനത് ഈ അവസരത്തിൽ പറയണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചാക്കോച്ചനെ ഇതിൽ ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം അച്ഛനാണ് ഇങ്ങനെ രൂപം ആവശ്യപ്പെട്ടതും നമ്മൾ എന്താ പറയുക
അത് കൊടുത്തതും. അപ്പോൾ അച്ഛനോട് സംസാരിച്ചതും അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ കല്യാണം മാമോദിസൊക്കെ കഴിഞ്ഞ് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അച്ഛൻ എല്ലാവരെയും വിട്ടു പോയതും. അപ്പോൾ ആ അവസരത്തിൽ ഞാൻ അച്ഛനെ ഭയങ്കരമായിട്ട് ഓർത്തു. കാരണം ഡാഡിയുടെയൊക്കെ കൂടെ ഏനാമാവിലുണ്ടായിരുന്നതാണ് അച്ഛൻ. അപ്പോൾ ആ വിശേഷവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് മുഴുവൻ അച്ഛൻ്റെ ഓർമ്മകളായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കിയിടലും പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ ഇന്നലെ വൈനിടാനായിട്ട് പഴം നമ്മുടെ കായക്കൊല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കാണാനില്ലല്ലോ അവിടെ. അത് മുഴുവൻ എടുത്ത് ഞാൻ അരിഞ്ഞ് പഞ്ചസാരയൊക്കെ ആക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്നിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെയാണ് അത് ഒന്ന് ആറിയപ്പോൾ ഞാനത് അതിലൊഴിച്ച് നല്ലോണം ഇളക്കി കെട്ടി വെച്ചു കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും അത് കെട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഉറുമ്പോ കാര്യങ്ങളോ കയറുക, അല്ലെങ്കിൽ പൊടിയായാലും. അപ്പോൾ മൂടിയതിന് ശേഷം ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ കുറേ സമാധാനമാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വൈൻ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം കൂടുമ്പോൾ വൈൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെപ്പോഴും പഴത്തിൻ്റെ വൈൻ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇനി വേണമെങ്കിൽ ഡിംപിളുടെ ചാനലിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് നമ്മുടെ വീട്ടിലെ ബിഗ് ഫംഗ്ഷൻ്റെ മുമ്പായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് 7 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന പഴത്തിൻ്റെ വൈനായിരുന്നു കേട്ടോ. അപ്പോൾ അത് വല്ലവർക്കും വേണമെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയാൽ മതി. ഏറ്റവും എളുപ്പമുള്ള വൈനാണ് പഴത്തിൻ്റെ വൈൻ. അങ്ങനെ നമ്മളുടെ അയൺ ചെയ്ത തുണി 2 ദിവസമായി കൊണ്ടുവന്നിട്ട് ഞാനത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുറേ പണികൾ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും 9 മണിയായപ്പോഴേക്കും ചേച്ചി വിളിച്ചു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 1/2 മണിക്കൂറും കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ തുണികൾ മൊത്തം ഞാൻ പറഞ്ഞില്ലേ ബോട്ടം കൊടുക്കാറില്ല എന്ന്. ബോട്ടം നമുക്ക് ഇവിടെ ആയാലും ഒന്ന് അയൺ ചെയ്യാവുന്ന കാര്യമില്ലുള്ളൂ. അപ്പോൾ ടോപ്പ് പേപ്പർ ഇട്ടിട്ടാണ് മുടക്കുക. അപ്പോൾ എന്നോട് 1-2 ആൾ ചോദിച്ചായിരുന്നു ഇതിനെങ്ങനെയാണ് പീസിന് 13 രൂപയാണ് ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഷർട്ടായാലും പാച്ചുവിൻ്റെ കുഞ്ഞു ഡ്രസ്സായാലും എല്ലാത്തിനും പീസിനാണ് റേറ്റ് 13 രൂപ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മളുടെ ഡ്രീം കളക്ഷൻസിൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് കണ്ടമാനം പേര് ഈ ഓർണമെൻറ്റ്സ് വൈറ്റ് നെക്ലസ് ചോദിച്ചായിരുന്നു. കാരണം കുർബാന സ്വീകരണവും പിന്നെ കല്യാണം ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആ പുതിയ കളക്ഷൻ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കായാലും ഡ്രീം കളക്ഷൻസിൻ്റെ ചാനലിലും ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് അല്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലും ഫോട്ടോസ് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ പോണതിൻ്റെ ഇടയിൽ ഇനി അതൊരു മുടക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ 4 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഡ്രീം കളക്ഷൻസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പുതിയ മാലകൾ നമ്മുടെ കണ്ടമാന കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ കാണാം. അധികം വിലയൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഐറ്റാണ്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ചാനലിൽ കണ്ട ഇതേ സാധനം തന്നെയാണ് ഡ്രീം കളക്ഷൻസിലും ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ലെങ്ത്തിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ക്രിസ്പായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഓരോന്നും നോക്കി എങ്ങനെയാണ് ഏതാണെന്നനുസരിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാനേ പാടുള്ളൂ കേട്ടോ, വിളിക്കരുത്. ഇന്നും ഞാനിപ്പോൾ രാത്രി വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബിസിനസ് ഫോണിൽ കുറേ മിസ്ഡ് കോളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വന്നാലും ഞാൻ കാണില്ല. അതുകൊണ്ടാണ് പറയണത് നിങ്ങളതിൽ വിളിക്കയക്കുമെന്ന്. ഇന്നും ഞാൻ മെസ്സേജ് പോലും നോക്കിയിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഈസ്റ്ററാണ് നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ ദുഃഖവെള്ളി, പെസഹ വ്യാഴം എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ സത്യത്തിൽ മെസ്സേജുകളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നാളെ നിങ്ങൾ എൻ്റെ ഈ വോയിസ് കേൾക്കണേലും എൻ്റെ ഈ വീഡിയോ കേൾക്കണേലും മുമ്പ് എൻ്റെ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി ഇതുകൊണ്ടാണ് നോക്കാത്തതെന്ന്. പക്ഷേ നാളെ എന്തായാലും 2 മണിക്ക് മുമ്പായിട്ട് എന്ത് തന്നെയായാലും ഞാൻ നോക്കി നിങ്ങൾക്ക് മറുപടി തന്ന് ഓർഡർ എടുത്ത് നാളെ തൊട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പം തന്നെ നിങ്ങൾ ഏതാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ഒരു 10:30-11 ഉള്ളിൽ നിങ്ങൾ എനിക്ക് മറുപടി തന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്താൽ ചൊവ്വ അല്ലെങ്കിൽ ബുധൻ കിട്ടും. മിക്കവാറും പിറ്റേ ദിവസം കിട്ടാറുണ്ട്, ഇല്ലെങ്കിൽ തന്നെ 2 ദിവസം. പിന്നെ ഞാൻ കുറേ പേരോട് പറയുന്നു, തലേ ദിവസം വിളിച്ചിട്ട് നാളെ കിട്ടാൻ എന്താ വഴിയെന്ന് ചോദിക്കായിരിക്കും. കാരണം എല്ലാതും നമ്മളുടെ കയ്യിൽ പ്ലേറ്റ് ചെയ്ത ഐറ്റംസ് ആവില്ല. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് വേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ.
അപ്പോൾ നമുക്ക് ഒരു ദിവസമെങ്കിലും ഒരു ഇട തന്നോളൂ. അതായത് ബുധനാഴ്ച ആവശ്യമുണ്ടെങ്കിൽ തിങ്കളാഴ്ചയെങ്കിലും ഓർഡർ ചെയ്തോളൂ, എന്നെങ്കിൽ നമുക്കത് ബുധനാഴ്ചയിലേക്ക് എത്തിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓരോ നെക്ലസിൻ്റെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ മറ്റേ ഡ്രീം കളക്ഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കുക. പണ്ടത്തെ കളക്ഷൻസിൽ ഡംബൽസൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. ഡംബൽസ് പിന്നെ കുറേ ഐറ്റംസൊക്കെ എപ്പോഴും കിട്ടുന്ന കുറേ ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതിൽ ഏതെങ്കിലും വീഡിയോസിൽ കണ്ട എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് ആണെന്നുള്ളത് നോക്കണ്ട, നിങ്ങൾക്ക് ചോദിച്ചാൽ മിക്കവാറും റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ തരിക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ശരിക്ക് നാളെ പോസ്റ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതൊക്കെ കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും തിങ്കളാഴ്ച അയക്കും എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്കളാഴ്ച അയക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ വന്നത്. അങ്ങനെ ഇന്നത്തെ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനും ഡാഡിയും അക്കിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ സമയം 10 മണി ആവാറായിട്ടുണ്ട്, 10 ആയിട്ടില്ല, 10 മണി ആവാറായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അക്കിടോടേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഡയോണില്ല, ഇവിടെ ഡോണില്ല, അപ്പോൾ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ റോസയ്ക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജോർജ് ചേട്ടനും ചേച്ചിയും ഞാനും ഡാഡിയും മാത്രം. ഞങ്ങൾ 5 പേര് വിഷുവിനുണ്ടായ പോലെ തന്നെ. വിഷുവിന് ചേച്ചി ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം ചേച്ചി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. നമ്മളങ്ങനെ കുറേ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. പോകുമ്പോൾ ഫോൺ എവിടെയെങ്കിലും ഒരു മൂലയിൽ അവിടെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഈ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതാണല്ലോ അതിൻ്റെ ശരി. ഫോണെടുത്ത് എപ്പോഴും നമുക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ കുറേ പേര് എന്നോട് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുഴുക്കുള്ളി സെൻറ്റർ എത്തുന്നതിൻ്റെ മുമ്പ് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ വീടുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലൈനിൽ കേട്ടോ. നിറച്ച് നല്ല നല്ല വീടുകളാണ്. അപ്പോൾ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ളവരൊക്കെ ഭയങ്കര ഐക്യമുള്ളവരൊക്കെ അങ്ങോട്ടും സംസാരിക്കലും വരലും പോവലും. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ ഭയങ്കര നേരം പോക്കുമാണ്. അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, ഭയങ്കര ഉഷാറാണ് കേട്ടോ. ആൾക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായേക്കണം. അപ്പോൾ ഇത് നമ്മുടെ അക്കിയുടെ വീട്ടിലത്തെ ബിരിയാണി പോട്ടാണ് കേട്ടോ. ഭയങ്കര വലുതാണ്. ഡോണിത് കണ്ടിട്ട് പറയായിരുന്നു എന്തോരം വലുതാണെന്ന്. അപ്പോൾ ഇന്ന് കബ്സയാണ് അക്കി ഉണ്ടാക്കിയത്. ഭയങ്കര വലിയ ലെഗ് പീസുകളായിരുന്നു, ഭയങ്കര ടേസ്റ്റുമായിരുന്നു. എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാനത് കഴിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഞാൻ എടുത്തിട്ടില്ല. രാവിലെ വട്ടയപ്പവും മറ്റേ ബീഫ് കറിയായിരുന്നു, ബീഫും കുറുക്കിയിട്ട് വെച്ചിട്ടുള്ള സൂപ്പർ കറിയായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വക, വസന്തേച്ചിയുടെ വക നല്ല കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വർത്താനം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ചുക്ക് കാപ്പി കുടിച്ച് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നു. കുറേ സാധനങ്ങൾ തിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഉച്ചയിലത്തെ പരിപാടിക്ക് നിന്നത് കേട്ടോ. അപ്പോൾ നല്ല കപ്സയായിരുന്നു. അപ്പോൾ ഞാൻ പതിവില്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നല്ലോണം കഴിച്ചു. അതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് വൈകുന്നേരമായപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രയും കഴിച്ചു പോയി. ഇങ്ങനെ ചൂട്ടോടെ കഴിച്ചപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാണ്ട് കഴിച്ചു പോയല്ലോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടേക്ക് ഒന്ന് എടുത്തത്. അപ്പോൾ ചേച്ചിയുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇത് മുഴുവൻ കേട്ടോ. ആളിങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ട് എല്ലാതും ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു പേഴ്സണാലിറ്റിയാണെന്ന്. കാരണം ആൾ ഈ അസുഖമോ അല്ലെങ്കിൽ വീൽ ചെയറിലാണെന്നൊന്നും നോക്കാണ്ടാണ് ഇതെല്ലാതും. ഒപ്പം ചേട്ടനും നിൽക്കും, വസന്തേച്ചി നിൽക്കും. ഒറ്റയ്ക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് കൂടെ ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ ഫ്രിഡ്ജാണിത്, ഞാനൊരിക്കൽ കാണിച്ചിട്ടുണ്ട് ഫുൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. അപ്പോൾ ഇത് കബ്സയ്ക്ക് സൈഡ് ആയിട്ടുള്ള ഒരു തരം ചമ്മന്തി എന്നല്ല പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്, തക്കാളി കൊണ്ടാണ്. പിന്നെ സാലഡും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ചേച്ചി സ്ഥിരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കമത്തിയിട്ടിട്ടാണ് നമ്മൾ ബൗളിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടില്ലേ അതുപോലെയാണ് ആൾ വിളമ്പാട്ടോ. കണ്ടോ, നല്ല ഭയങ്കര മുഴുത്ത കഷ്ണങ്ങളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കബ്സയും സംഭവമൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ്, അല്ലാണ്ട് ഡൈനിങ് ടേബിളും അങ്ങനെ ഇരിക്കില്ല. ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ടി വിയും കണ്ട് വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ച്. അപ്പോൾ പണ്ടത്തെ വിശേഷം തൊട്ടുള്ളത് ഞങ്ങൾ പറയും. അപ്പോൾ ഞങ്ങൾ 5 പേര് കൂടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോഴത്തെ കാര്യങ്ങളല്ല, പണ്ട് തൊട്ടുള്ള കാര്യങ്ങളാണ് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ സുഖമായിട്ട് കിടന്ന് ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പോൾസാറിൻ്റെ അനിയന്മാരും പിന്നെ അനിയൻ്റെ ഭാര്യ പെങ്ങൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് കുറേ നേരം സംസാരിച്ച്. എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ ആയിട്ടുണ്ട് പോകുമ്പോൾ കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞിട്ടാണ് ഡോണും പിള്ളേർസും എത്തിയത്. ഡോണും ഡിവൈനും കുട്ടികളും എത്തിയത്. വന്ന വഴിക്ക് പാച്ചു ചാക്കോച്ചൻ തുടങ്ങി അവൻ്റെ അംഗം ഒളിച്ച് കളിക്കലും പിന്നെന്താ പറയുക, പോൾസൺ പേപ്പറെ കണ്ടപ്പോഴത്തെ നാണവും ഒക്കെ അവൻ തുടങ്ങി. അങ്ങനെ ഡിവൈൻ അക്കിക്കുള്ള ഒരു ഫ്രോക്ക് എടുത്തു കൊണ്ടുവന്നതാട്ടോ. അക്കി ഇങ്ങനത്തെ ഫ്രോക്കുകളാണ് ഇപ്പോൾ സ്ഥിരം ഇടുക. അപ്പോൾ ചേച്ചിക്ക് ഷൂ ഇടാത്ത കാരണം ബാത്റൂമിൽ പോകാൻ എടുക്കാനൊക്കെ ഇങ്ങനത്തെ ഫ്രോക്കാണ് എളുപ്പം. ഈ പാൻറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തട്ടി വീഴും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്കുകളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈൻ വരുമ്പോൾ കൊണ്ടുവന്നത് ആ ഫ്രോക്ക്. അപ്പോൾ അക്കിക്ക് ഭയങ്കര ഇഷ്ടമായി, റെഡ് ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണ് വർത്തമാനം പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ടല്ല. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നല്ലൊരു ഈസ്റ്ററായിരുന്നു. വിചാരിക്കാത്ത കുറേ ഗസ്റ്റും പോൾസാൻ്റെ ഫാമിലി എനിക്ക് തോന്നുന്നു ഒരു 6-7-8 മാസമായിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ കുറേ പഴയ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ പഴയ ആൾക്കാർ വരുമ്പോൾ പഴയ വിശേഷങ്ങളല്ലേ നിറച്ച് പറയാം. അങ്ങനെ ചാക്കോച്ചൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞാൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറേ ചോറൊക്കെ വാങ്ങിക്കൊണ്ട് അക്കിയോടും പോൾസൺ പേപ്പറിനോടും വലിയ ഡാഡിയൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയിട്ട് അവരല്ല, ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ 9:40 എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഡിവൈന് കുട്ടികളുടെ കുപ്പി ഒഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കയറണം. അപ്പോൾ അച്ചാച്ചൻ ഉണ്ടാക്കി കൊടുത്തത് ചൂലിട്ടോ. അച്ചാച്ചൻ്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ ഡിവൈനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുത്ത് കൊണ്ടുവന്നുള്ളൂ. അത്രയധികം ആൾ ഭയങ്കര കരവിരുത് കൂടുതലുള്ള ആളാണ്. അപ്പോൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ മറക്കരുത് കേട്ടോ. നമ്മുടെ വീടുകളിലും പാഴ്വസ്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെ നമ്മൾ ഏറ്റവും ഭംഗിയിൽ വീട് മൂടി പിടിപ്പിക്കുക എന്നുള്ളത് അത് കണ്ടറിയാം. അപ്പോൾ ഡിവൈൻ്റെ വീഡിയോ മിക്കവാറും നാളെയോ മറ്റന്നാളോ ഒക്കെ ഉണ്ടാവും, അത് കാണാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡാഡിയെ വന്നിട്ട് പട്ടികൾക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഡാഡിയും ഡോണൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്, ഒന്ന് ഇറങ്ങി കയറിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പതിവ് പോലെ എല്ലാ ഭാഗവും ഒതുക്കി. എന്താ പറയുക, ഇതിലത്തെ വെള്ളം ഡാഡി ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഫിൽറ്ററിൽ. അപ്പോൾ ഈ വൈൻ ഒന്ന് ഇളക്കി. അപ്പോൾ ശരിക്കും രാവിലെ ഒന്ന് ഇളക്കിയതാണ്, എന്നാലും ഒരു വട്ടം കൂടി ഇളക്കി. അപ്പോൾ ദിവസത്തിൽ ഒരു വട്ടം ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം പഞ്ചസാര അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയിട്ട് കിടക്കും. അതാണ് നമ്മൾ എല്ലാ ദിവസവും ഇളക്കണം എന്ന് പറയുന്നത്. അത് മരത്തിൻ്റെ തവിയായ നല്ലത് കേട്ടോ. ഞാനിവിടെ മറ്റേ മരത്തിൻ്റെ തന്നെ എന്തിട്ടാണ് പറയുക, നോൺ സ്റ്റിക്കിൻ്റെ കൂടെ കിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇളക്കുക. ഞാൻ നാളെ എങ്ങാനും കാണിക്കാൻ ഇളക്കണത് മറന്നില്ലെങ്കിൽ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇനി വല്ലാണ്ട് വൈകണ്ട വെച്ചിട്ട് ഞാൻ തലയിൽ എണ്ണ ഇട്ടു. കാരണം ഇന്നെന്തോ ഭക്ഷണം കഴിച്ചതിൻ്റെ ആണോ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പം ഞാൻ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് ഉഷാറായിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഈ ആഴ്ച മുഴുവൻ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുടിയൊക്കെ അതിൻ്റെ ഭംഗി പോലെ നോക്കിയിട്ടല്ലേ പോവുക. അപ്പോൾ ഇപ്പം ഞാൻ എണ്ണയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊന്നും യാത്രയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എണ്ണ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇത് പാക്ക് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ ഡാഡിയും കൂടെ ഇരുന്നായിരുന്നു. ഡാഡി ഇതൊക്കെ എടുത്ത് ബോക്സിൽ വെച്ചപ്പോൾ ഇനി നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എണീക്കണതിന് മുമ്പായിട്ട് ഡാഡി ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാട്ടോ. രാത്രി ഞാനിങ്ങനെ എടുത്ത് ഇന്ന സാധനം എന്നുള്ളത് എഴുതി അല്ലെങ്കിൽ ഡാഡിക്ക് ഫോട്ടോ അയക്കും, അല്ലെങ്കിൽ ഞാൻ പറ്റിയെങ്കിൽ എടുത്ത് ഇങ്ങനെ വെക്കും. അഡ്രസ്സ് എഴുതിയ കവറുകളുമ്പോൾ വെക്കും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അഡ്രസ്സ് എഴുതിയ കവറുകൾ നമ്മൾ കാണിക്കാൻ പാടില്ല, അതിൽ ഫോൺ നമ്പറും പ്രൈവസി നോക്കുന്നവരുണ്ട് എല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. അങ്ങനെ ഈ വളയൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ആനേടി ഉണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളില്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴെങ്കിലും ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയുക. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആനവാലിൻ്റെ വള ഡിസൈനുള്ള ടൈപ്പ് അതും വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതാണ്. ഇതൊക്കെ നാളെ പോകാനുള്ളതാണ്, പക്ഷേ ഒക്കെയും എക്സ്ട്രാ പീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. കാരണം ഈ 3 ദിവസം ശരിക്കും മടി പിടിച്ചു. പക്ഷേ ശനിയാഴ്ച അതിൻ്റെ ഇടയിൽ ഉച്ചവരെ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിയതും കഴിച്ചതും ഒക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവരും. അപ്പോൾ അങ്ങനെ ഈ മാല ഈ പറഞ്ഞ പോലെ കണ്ടമാനം പോയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല മാലയാട്ടോ, തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു മാലയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഡിവൈൻ വന്ന് ചെടി നനയ്ക്കാനായിട്ട്. ഡിവൈനിപ്പോൾ ചെടിയോട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ മുകളിൽ ഡാഡി പറയണ്ടായിരുന്നു നല്ല ഭംഗിൻ്റെ എല്ലാം നിൽക്കണ കാണാമെന്ന്.
അങ്ങനെ ദേ എല്ലാതും കഴിച്ച് എൻ്റെ എന്താ പറയുക ഇവിടെ അതെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1-2 ചെടികളും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അകത്ത് അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്കൊരാശ്വാസമായി. അങ്ങനെ ദേ ദുഃഖവെള്ളിയും പെസഹ വ്യാഴവും ഈസ്റ്ററും കഴിഞ്ഞു. ഞാൻ അന്ന് നൊയമ്പിൻ്റെ അന്നാണ് ഞാൻ ആ ക്രൂശിത രൂപം അവിടെ വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞോടുകൂടി അത് എടുക്കാം, ഇനി വീണ്ടും അടുത്ത ഒരു 50 നൊയമ്പിന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. സാധാരണ ദിവസങ്ങളായി തുടങ്ങി, ഇനി വിശേഷ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ.